Assalamu alaikum warahmatullahi wabarakatuh. Welcome back to English Arabic translation program of Line Language Academy. Line Language Academyയുടെ ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് അറബിക് ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു അറബിക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് പൈസ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പാണ് സൗദിയുടെ ഡ്രൈവിംഗ് ലൈസൻസ്. ബാക്കി GCC രാഷ്ട്രങ്ങളെല്ലാം ഇംഗ്ലീഷിലേക്ക് മാറിക്കഴിഞ്ഞു എങ്കിലും സൗദി പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പകുതി അറബിയും പകുതി ഇംഗ്ലീഷുമായിരിക്കും സൗദി ലൈസൻസിലുണ്ടാകുക. UAE ഒക്കെ ആണെങ്കിൽ അതിൽ തന്നെ ഫുള്ളായിട്ട് ഇംഗ്ലീഷും അറബിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് വിസ ട്രാൻസ്ലേഷനിൽ പഠിച്ചതുപോലെ നെയിം ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ നെയിം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ലിറ്ററേറ്റ് ആണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അവരുടെ പാസ്പോർട്ട് വാങ്ങിയിട്ട് പാസ്പോർട്ടിലെ ലാറ്റിൻ ലെറ്റേഴ്സിലുള്ള പേര് അങ്ങനെ തന്നെ ആണ് എഴുതേണ്ടത്. അറബിയിലുള്ള പേര് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്താൽ ഒരുപക്ഷെ ശരിയായില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നെയിം എന്നുള്ളിടത്ത് പാസ്പോർട്ടിലുള്ള മറ്റേ ഫുൾ നെയിമാണ് എഴുതേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 2020 ശേഷം വരുന്നതിൽ പേര് ഇംഗ്ലീഷിലും അറബിയിലും വരുന്നുണ്ട്. അതിനു മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആകുമ്പോഴാണ് പേര് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യേണ്ടി വരിക. അതോടൊപ്പം തന്നെ അതിലെ ഡേറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റുകൾ അതിൽ ലൂണാർ ഡേറ്റിലായിരിക്കും ഉണ്ടാകുക. ലൂണാർ ഡേറ്റിനെ നമ്മൾ സോളാർ ഡേറ്റിലേക്ക് അല്ലെങ്കിൽ കോമൺ കലണ്ടറിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് അക്യുറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിക്കുക. കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ചെയ്താൽ തന്നെ കൃത്യമായ ഡേറ്റ് ചിലപ്പോൾ കിട്ടിയേക്കും. അല്ലെങ്കിൽ ഖുർആൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അത് വെച്ചിട്ട് നമ്മളതിനെ ക്രിസ്ത്യൻ എറയിലേക്ക് അല്ലെങ്കിൽ കോമൺ കലണ്ടറിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. പിന്നെ ഉണ്ടാകുക അതിൻ്റെ ഇഷ്യൂ ഡേറ്റാണ്. ഇഷ്യൂ ഡേറ്റും അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഡേറ്റിലേക്ക് അക്യുറേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് മാറ്റണം. പിന്നെ വാലിഡിറ്റി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന താരീഖുൽ ഇന്തിഹ എന്നാണ് അറബിയിൽ പറയുക. അപ്പോൾ താരീഖുൽ ഇന്തിഹ വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ 3 ഡേറ്റുകൾ, ഒന്ന് മറ്റേ ലൈസൻസ് ഹോൾഡറുടെ പേരായിരിക്കും, പിന്നെ ഇഷ്യൂ ഡേറ്റ് ആയിരിക്കും, മറ്റൊന്ന് എക്സ്പയറി ഡേറ്റ് ആണ്. ഈ 3 ഡേറ്റും വളരെ കൃത്യമായി ഇംഗ്ലീഷ് ഡേറ്റിലേക്ക് CEയിലേക്ക് മാറ്റേണ്ടതുണ്ട്. പിന്നെ ഉണ്ടാകുന്നത് ഓഫീസറുടെ ഡിസിഗ്നേഷൻ ആയിരിക്കും. അത് മിക്കവാറും ലാബിത്സ് അൽ മുറൂർ എന്നായിരിക്കും ഉണ്ടാകുക. ട്രാഫിക് ഓഫീസർ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതിൻ്റെ മറുപുറത്ത് അത് ആർക്കുള്ളതാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും സൗദി വിസയിൽ, സൗദി ലൈസൻസിൽ 10-11 തരം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മിക്കവാറും നമ്മുടെ ഇന്ത്യക്കാർക്കെല്ലാം ബിദൂന് കുയൂത്സ് എന്ന് പറഞ്ഞുകൊണ്ട്, വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും കിട്ടുക. 11ഓളം തരത്തിലുള്ള വെറൈറ്റി ലൈസൻസുകൾ സൗദി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ ബിദൂന് കുയൂത്സ് അഥവാ വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഒരു സംഗതിയാണ് അതിലുള്ളതെങ്കിൽ നമ്മളത് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് എന്നെഴുതുന്നതോടൊപ്പം തന്നെ LMV, ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് ഭാഷയായ LMV എന്ന ഒരു ഷോർട്ട് അതിലെഴുതണം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഇത് ഈ ലൈസൻസ് ഹോൾഡർക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കാനുള്ള ലൈസൻസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു പുറം ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോരാ, സെക്കൻഡ് പുറവും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇത് പരിഗണിക്കണം. ഈ ബിദൂന് കുയൂദ് അഥവാ വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് എന്നുള്ളതിൻ്റെ വിശദീകരണമായ LMVയെ ഒറ്റ പേജിലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ബിദൂന് കുയൂദിൻ്റെ ബ്രാക്കറ്റിൽ വിത്തിൻ ദ ബ്രാക്കറ്റ്സ് യു മസ്റ്റ് റൈറ്റ് LMV. ഇതാണ് ഒരു സൗദി ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള സംഗതികൾ. ബാക്കി GCCയുടെ അല്ലെങ്കിൽ മറ്റ് അറബി രാഷ്ട്രങ്ങളുടെ എല്ലാം, യമൻ്റെ അടക്കമുള്ള ഡ്രൈവിംഗ് ലൈസൻസിൽ
കൃത്യമായ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും പേരുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലിട്രേഷനുമുണ്ട്. ഡേറ്റുകൾ CE കലണ്ടറിലാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ എറ കലണ്ടറിലാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. സൗദിയിലാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിച്ച് നമ്മളത് ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിൻ്റെ സീലോട് കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ക്യാഷ് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈം തരേണ്ടതാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് റേറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 500 രൂപ ചുരുങ്ങിയത് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിൻ്റെ ഡാറ്റാസ്, ഡീറ്റെയിൽസ് ഒക്കെ നാം തരുന്നതാണ്. ഇതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് നമ്മൾ ചർച്ച ചെയ്യും. അതിൻ്റെ ഇവാലുവേഷൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നടക്കും. ഓൾ ദ ബെസ്റ്റ്. ഫജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ.